നമസ്കാരം. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്നലെ ലോക്സഭയിലും ഇന്ന് രാജ്യസഭയിലുമായി 10 മണിക്കൂർ വീതമാണ് ഈ ചർച്ച നടക്കുന്നത്. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ എന്തിനാണ് പാർലമെൻറ്റ് ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് എന്നുള്ള ചോദ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഇതേക്കുറിച്ച് പ്രസംഗിച്ച കൂട്ടത്തിൽ പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാനുള്ള BJPയുടെ തന്ത്രമാണ് വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത് എന്ന് ആരോപിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഒരു ആരോപണത്തിന് ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ കത്തിക്കയറിയത്. അമിത്ഷാ പ്രിയങ്ക ഗാന്ധിയുടെയോ മറ്റാരുടെയെങ്കിലും പേരെടുത്ത് പറയാതെയാണ് നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാജ്യം വന്ദേ മാതരത്തിൻ്റെ 150-ാം വർഷം ആഘോഷിക്കുക തന്നെയാണ്. അതിന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മാത്രം ബന്ധപ്പെടുത്തി പറയുന്നത് ശരിയായ നടപടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് വന്ദേ മാതരത്തെ താഴ്ത്തിക്കാട്ടുന്നതിന് തുല്യമാണ് എന്നാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി കോൺഗ്രസിനോട് ചോദിച്ചു. വന്ദേ മാതരത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കേണ്ട സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് അറിയാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്തുകൊണ്ട് 150-ാം വാർഷികം ആഘോഷിക്കും എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചത്, സാധാരണ ഇതിൽ നമ്മൾ 100 വർഷം ആകുമ്പോഴാണ് പല കാര്യങ്ങളും വലിയ തോതിൽ ആഘോഷിക്കുന്നത്. 25 വർഷം, 50 വർഷം, അല്ലെങ്കിൽ 75 വർഷം, 100 വർഷം ഇങ്ങനെയാണ് ആഘോഷിക്കാറുള്ളത്. 150-ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചവരോട് തനിക്ക് പറയാനുള്ളത്, വന്ദേ മാതരത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കേണ്ട സമയത്ത് ഇന്ത്യയിൽ അന്ന് അതിനുള്ള അവസരമില്ലായിരുന്നു. വന്ദേ മാതരം ചൊല്ലിയവർ മുഴുവൻ ജയിലിൽ കിടക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയമായിരുന്നു. അന്ന് ആരെങ്കിലും വന്ദേ ഭാരതം ചൊല്ലിക്കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലിടുന്നതായിരുന്നു രീതി എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അന്ന് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് എന്ന കാര്യം വളരെ വ്യംഗ്യമായി അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇത് കോൺഗ്രസ് ബെഞ്ചുകളെ ആകെ അമ്പരപ്പിച്ചൊരു സംഭവമായിരുന്നു. കാരണം പലരും അക്കാര്യം ഓർത്തിരുന്നില്ല. വന്ദേ മാതരത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കേണ്ട സമയത്ത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയായിരുന്നു എന്നും അന്ന് ആരെങ്കിലും വന്ദേ മാതരം ചൊല്ലിയിരുന്നെങ്കിൽ അവർ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അമിത്ഷാ പറഞ്ഞപ്പോഴാണ് പലരും ഓർത്തത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് അവർക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥ കൂടി വന്നിരുന്നു. കൂടാതെ അദ്ദേഹം പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്ത മറ്റൊരു കടുങ്കൈ ഈ വന്ദേ മാതരത്തിൻ്റെ പല ഭാഗങ്ങളും എഡിറ്റ് ചെയ്ത് കളയുകയായിരുന്നു എന്നുള്ളതാണ്. അത് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെ കൊണ്ടാണ് ചെയ്യിച്ചത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ വിഭജനത്തിൻ്റെ വിത്ത് പാകിയ സംഭവമായിരുന്നു 1937 കോൺഗ്രസ് ഈ വന്ദേ മാതരം ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ 2 ഖണ്ഡികൾ മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഭാഗങ്ങളും എഡിറ്റ് ചെയ്ത് കളഞ്ഞത്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ് ഇത് എഡിറ്റ് ചെയ്തത് എന്ന് പറഞ്ഞായിരുന്നു അന്ന് നെഹ്റു ഉൾപ്പെടെയുള്ളവർ അഭിമാനിച്ചിരുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് കോൺഗ്രസിൻ്റെ നിർദ്ദേശാനുസരണം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ക്രൂരമായ തോതിലുള്ള എഡിറ്റിംഗ് നടന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വന്ദേ മാതരത്തിലെ താഴോട്ട് പറയുന്ന ഭാഗങ്ങളിലൊക്കെ ഉള്ളത് ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ് എന്നും പ്രാർത്ഥനകളാണ് എന്നും അതിനെ അന്നത്തെ മുസ്ലിം നേതാക്കൾ, പ്രത്യേകിച്ച് അന്നത്തെ മുസ്ലിം ലീഗ് എതിർത്തിരുന്നുവെന്നും ഇത് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ നേരിട്ട് ടാഗോറിനെ ഇക്കാര്യം ഏൽപ്പിച്ചതിന് ശേഷം ആ ഭാഗങ്ങളെല്ലാം തന്നെ വെട്ടിക്കളയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. ഒരു പരിധിവരെ ഇവർ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വന്ദേ മാതരത്തിൽ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ആ 2 ഖണ്ഡികൾ മാത്രമാണ് ഉള്ളതെന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ഇത് വളരെ ദൈർഘ്യമുള്ള ഒരു കൃതിയായിരുന്നു. മാത്രവുമല്ല, ഈ കൃതി എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദപട എന്ന നോവൽ അതിൽ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചില പരാമർശങ്ങൾ അതിലുണ്ട് എന്ന് അന്ന് തന്നെ ആരോപണങ്ങൾ ഉയരുകയും രാജ്യത്തെ ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അന്ന് ഈ നോവലിനെ എതിര് നിൽക്കുകയും ചെയ്തിരുന്ന കാര്യവും ഇപ്പോൾ പലരും ഓർക്കുന്നുണ്ടാകാം. എന്നാൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ പെരുമാറാറുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ അറിയാത്ത രീതിയിലാണ്. ഇത്രയും മഹത്തായ ഒരു കുടുംബത്തിൽ, നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഇരുവരെയും സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ നാടിൻ്റെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഇവരുടെ രീതിയാണ്. അത് ആരെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാകട്ടെ കർശനമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം യഥോചിതം ആഘോഷിക്കണമെന്നും അത് പാർലമെൻറ്റിൻ്റെ 2 സഭകളും ചർച്ച ചെയ്യണമെന്നുള്ള തീരുമാനമെടുത്തത് കേന്ദ്ര സർക്കാരാണ്. അങ്ങനെയാണ് ഇന്നലെ ഇന്നുമായി അവർ ഈ ചർച്ച നടത്തിയത്. മാത്രമല്ല, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വന്ദേ മാതരം ചൊല്ലിയത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇന്ന്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് ഈ പദവിയിൽ ഇരിക്കുന്നത്, ഈ കസേരകളിൽ ഇരിക്കുന്നത് എന്നാണ്. കാരണം നമ്മുടെ രാജ്യത്തെ അത്രമാത്രം ശക്തമായി സ്വാധീനിച്ച ഒന്ന് തന്നെയായിരുന്നു വന്ദേ മാതരം. നേരത്തെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ ഈ വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കണമെന്നാണ് അന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നത് എന്നും. എന്നാൽ അത് ഒരു പ്രീണന നയത്തിൻ്റെ ഭാഗമായി അത് മാറ്റിവെക്കുകയായിരുന്നു എന്നുമാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥ. ഏതായാലും വന്ദേ മാതരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ തന്നെ
എക്കാലത്തും ആവേശത്തോടെ ഏറ്റുവാങ്ങി ചൊല്ലിയിരുന്ന ഒന്ന് തന്നെയാണ് വന്ദേ മാതരം. ഇന്നും നമ്മളുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. വന്ദേ മാതരം ഓരോ ഭാരതീയനെയും എത്രത്തോളം അഭിമാനഭരിതരാക്കുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല. അങ്ങനെയുള്ള ഒരു വന്ദേ മാതരത്തെക്കുറിച്ചാണ്, അങ്ങനെ ഉള്ള ഒരു മഹത്തായ ഒരു കൃതിയെക്കുറിച്ച്, അതിൻ്റെ സാഹിത്യത്തെക്കുറിച്ചാണ് എന്തിനാണ് ഇത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത്, ഇത് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ, BJPക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമല്ലേ എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചത് എന്നാണ് അമിത്ഷാ മറുപടിയായി നൽകിയത്. മാത്രമല്ല അമിത്ഷാ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏതെങ്കിലും 2 സ്വാതന്ത്ര്യ സമര സേനകൾ കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ കുറേ ഒരു സംഘം അവർ കണ്ടുമുട്ടിയാൽ, അവരെല്ലാവരും ആദ്യം ചെയ്യുന്ന കാര്യം വന്ദേ മാതരം ആലപിക്കുകയായിരുന്നു എന്നാണ്. അതൊന്നും തന്നെ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് അറിയില്ലേ എന്നാണ് അമിത്ഷാ പാർലമെൻറ്റിൽ ചോദിച്ചത്. ഏതായാലും നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ചരിത്രത്തെയൊക്കെ തന്നെ യഥാവിധി ആചരിക്കുക അല്ലെങ്കിൽ ആദരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ ഭാഷയിലാണ് അമിത്ഷാ പാർലമെൻറ്റിൽ വിവരിച്ചത്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ പേരെടുത്ത് പറയാതെയാണ് ഈ പരാമർശം നടത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇതിന് വ്യക്തമായ മറുപടി പറഞ്ഞതുമില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, വന്ദേ മാതരം എന്ന് പറയുന്നത് ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തിലെ മായ്ച്ചു കളയാൻ കഴിയാത്ത വലിയൊരു വികാരമാണ്. അതിൻ്റെ 150-ാം വാർഷികം നമ്മുടെ പാർലമെൻറ്റ് ഇരുസഭകളും ചർച്ച ചെയ്യുക തന്നെ വേണം എന്നാണ് ഇതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം തന്നെ ലക്ഷ്യമിടുന്നത്.